ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു വേർഡിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു അക്ഷരമോ അല്ലെങ്കിൽ ഒരു കോമയോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വേർഡിൻ്റെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ കെർസറിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ എവിടെയായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. അതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ സ്പേസ് ബാറിൽ ഡ്രാഗ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ലെറ്ററിൻ്റെ ഇടയ്ക്കാണോ അല്ലെങ്കിൽ ഏത് അക്ഷരത്തിൻ്റെ ഇടയ്ക്കാണോ കൊണ്ടുവരേണ്ടത് അവിടേക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അടിപൊളി ട്രിക്കാണ്. SMS അയക്കുന്ന പലരും തന്നെ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ SMS അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു SMS, ഫോർ എക്സാമ്പിൾ ഒരു ഹാപ്പി ബർത്ത്ഡേ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, 12 മണി വരെ വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും വയ്യ, നിങ്ങൾക്ക് നേരത്തെ കിടന്നുറങ്ങണം, എന്നാൽ ഒരു ഹാപ്പി ബർത്ത്ഡേ അയക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെൻഡ് ബട്ടണിലൊന്ന് ഹോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂൾ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ നിങ്ങൾക്ക് ഏതൊരു സമയമാണോ ഏതൊരു ഡേറ്റ് ആണോ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റും ആ ടൈമും ആവുന്ന സമയത്ത് ആ മെസ്സേജ് അയച്ചോളും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഒരു മെസ്സേജ് ഇതാ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ആസ്ക് യു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ASKEW എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യും. അതായത് മൊത്തത്തിലൊരു ചരിവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ചരിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വേർഡ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്ററിന് എന്തോ പറ്റി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഫോണിൻ്റെ അകത്ത് 1 TB 256 GB എന്ന സ്പേസ് കാണൂല. ഈ സ്പേസ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഒരു പരിപാടി ചെയ്താൽ മതി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതേപോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ജസ്റ്റ് ക്രോമിൽ പോയതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക, വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ കുട്ടി ആപ്പായിട്ട് അത് ഹോം സ്ക്രീനിൽ വന്ന് കിടക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജിനെ മാനേജ് ചെയ്യാൻ പറ്റും. യുവർ ഫോൺ ഈസ് ഔട്ട് ഓഫ് സ്റ്റോറേജ് എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കളയുകയും ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ഫോട്ടോസും കൂടുതൽ വീഡിയോസും എടുക്കാനും സാധിക്കും. എല്ലാ ഫോണിലും കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഓപ്പോ ഫോണിലൊക്കെ വർക്കാവും. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ സൗണ്ട് മോഡിലാണ്, പെട്ടെന്ന് സൈലന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വോളിയം അപ്പും പവർ ബട്ടണും കൂടി ഒരുമിച്ചൊന്ന് ഒറ്റ തവണ പ്രസ് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് സൈലന്റ് ആവും. നമ്മുടെ OnePlusന്റെ ടോഗിൾ ബട്ടൺ ഉള്ള ഫോണുകളിലൊന്നും ഇത് വർക്കാവില്ല. ചില ഓപ്പോ ഫോണിലും ബാക്കിയുള്ള ഫോണിലൊക്കെ വർക്കാവുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു ആപ്ലിക്കേഷനാണ് ജസ്റ്റേഴ്സ് ആപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജസ്റ്റേഴ്സ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ആപ്പ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിയുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ലൈൻ ആണെങ്കിൽ ലൈന്, ഹാർട്ട് ആണെങ്കിൽ ഹാർട്ട്, 0 ആണെങ്കിൽ 0, എന്ത് സാധനം വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഹോം ബട്ടണിൽ നിന്ന് മേളിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടി ഓപ്പൺ ആയി വരും. ആ പെട്ടിയിൽ എന്താണോ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത ജെസ്റ്റർ അത് വരയ്ക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. നമ്മുടെ ആപ്പ് സീരീസിൻ്റെ അകത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആപ്പ് കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട, ഈ ജസ്റ്റർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഇനിയും നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.